ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് ചെക്കപ്പ് ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് 5th മന്ത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇന്ന് രാവിലെ 10:30 ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യമേ ക്ലോക്ക് കാണിച്ചത് എൻ്റെ അടുക്കളയിൽ ഇരിക്കുന്ന പഴയ ഒരു ക്ലോക്കാണ് കേട്ടോ. അതെനിക്ക് ഈ തടി കൊണ്ടുള്ള ക്ലോക്കാണ്, ഇത് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇത് മാറ്റാത്തത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഏകദേശം 10:30 ആവാറായി. അപ്പോൾ ആദ്യമേ ഒരു ഛർദിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നപ്പം നല്ല രീതിയിൽ സമയമെടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ 10-11:30 കഴിഞ്ഞു. എനിക്ക് കുളിച്ച് റെഡിയാവണം, പിള്ളേരെ റെഡിയാക്കണം, കുഞ്ഞുവിനെ റെഡിയാക്കണം, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ആ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ചിലതൊന്നും എടുത്തില്ല, മിസ്സിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി കണ്ടോ. അപ്പോൾ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ എന്നും ഉള്ളതിനെ കഴിഞ്ഞും കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഇന്ന് കുറേ ടൈം എടുക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അത്ര ഒരു ടൈം എടുത്തില്ല. പക്ഷേ ഡോക്ടറോട് കുറേ നേരം സംസാരിക്കാനൊക്കെ പറ്റി, എൻ്റെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ഒരു ഹാപ്പി ആയിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഞാനിങ്ങനെ മക്കൾക്ക് ടോയ്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. കാരണം ഞാൻ ഫോൺ കൊടുത്ത് ഇരുത്താൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ടോയ്സ്, കാർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആയിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ടു, അവിടുന്ന് ഫുഡ് കഴിച്ചു. ഞാൻ തിരിച്ചു വരുന്ന വഴി നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് 1-2 സ്ഥലത്തൊക്കെ ഇറങ്ങണമായിരുന്നു, കോട്ടക്കലിലൊക്കെ. അപ്പോൾ വഴിയിൽ ഈ കരുക്ക് കണ്ടപ്പോൾ മോന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു കൊടുത്താൽ, ഞാനങ്ങനെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ ഞാൻ കൊടുക്കാറില്ല. അത് ബോട്ടിലുള്ളത്, ഈ കരിമ്പിൻ ജ്യൂസ്, ഈ കരുക്ക് വെള്ളം അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. എനിക്ക് കരുക്കിൻ്റെ വെള്ളമോ ഈ സാധനങ്ങളൊന്നും പറ്റത്തില്ല. എനിക്ക് കണ്ടാലോ സ്മെല്ലടിച്ചാൽ പോലും ഞാൻ വോമിറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ ഞാൻ വോമിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് തീരെ അത് പറ്റുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, എന്നിട്ടും എനിക്ക് വോമിറ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഈ മാസത്തെ സ്കാനിങ്ങിൻ്റെ ഡേറ്റൊക്കെ കിട്ടി. പക്ഷേ അത് ഒരു ഡേറ്റ് വന്നിട്ടുണ്ട്, ആ സമയത്ത് വിളിച്ച് ചോദിക്കണം. അപ്പോൾ നമുക്ക് എന്നാണ് സ്കാൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡേറ്റ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് പറയും. എനിക്കപ്പോൾ കണ്ടിന്യൂസ്ലി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ക്ലിപ്പായിട്ട് എടുത്ത്, ഈ വീഡിയോ എടുത്തത് എൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ കൊച്ചാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഈ മാസം സ്കാനിങ്ങിനുള്ള ടൈമൊക്കെ പറഞ്ഞു. എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഇല്ല. അത് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് കേട്ടോ. കാരണം എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡിലും എല്ലാം എനിക്ക് സിവിയർ വോമിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര വോമിറ്റിംഗ് ഉള്ളവർ ഈ ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് എടുത്താൽ അവർക്കൊട്ടും വയ്യാതെയാവും, ഭയങ്കര ഛർദിൽ കൂടും. പക്ഷെ എനിക്ക് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിലും വോമിറ്റിങ്, ഈ ഗ്ലൂക്കോസ് കുടിച്ച് കഴിഞ്ഞിട്ട് വോമിറ്റിങ് ഭയങ്കരമായിട്ട് കൂടി ഞാൻ കിടന്നു പോയിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് അത് എടുത്തതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഈ ഒരു തവണ ഞാൻ അതിനെക്കുറിച്ച് ഡോക്ടറോട് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു എനിക്കത് വേണ്ട. കാരണം എൻ്റെ ഒരു ഷുഗർ ലെവലൊക്കെ ഡോക്ടർക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായി. കാരണം എനിക്കിപ്പോഴും ഷുഗർ കുറവാണ്. അതായത് വോമിറ്റിങ് കൂടി ഷുഗർ കുറവായിട്ട് പിന്നെ അത് ലെവലാകാനുള്ള ഫ്ലൂയിഡാണ് മിക്കപ്പോഴും എനിക്ക് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞു എനിക്കറിയാം ഏകദേശം എൻ്റെ ആ ഒരു ബോഡി ഇതൊക്കെ, അതുകൊണ്ട് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കുറേ ദിവസം വയ്യാതെയാവും. പിന്നെ അത് ചിലപ്പം കിട്ടണമെന്നുമില്ല. കാരണം ഈ ഗ്ലൂക്കോസ് കുടിക്കുമ്പോൾ ഞാൻ സിവിയർ വോമിറ്റിംഗ് ആണ് ഭയങ്കരമായിട്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ എനിക്കത്, ഡോക്ടർ അത് പറഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ഇനി സ്കാനിങ്ങിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് ഡേറ്റ് അവർ വിളിച്ച് പറയൂ കേട്ടോ. അപ്പം അതിന് പ്രിപ്പയർഡ് അയച്ചാൽ മതി. ബ്ലാഡർ ഫുള്ളാക്കി വെക്കണം എന്ന് പറഞ്ഞു. എനിക്കതൊക്കെ നമുക്ക് ഭയങ്കര സിവിയറായിട്ട് വോമിറ്റിംഗ് ഉള്ളവർക്ക് ഈ ഒരു ഇങ്ങനെ ബ്ലാഡർ ഫുള്ളാക്കി വയ്ക്കുക അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അപ്പോഴത്തേക്കും വോമിറ്റ് ചെയ്യും. അപ്പം ഞാൻ ഇതിന് മുന്നേ ഉള്ള സ്കാനിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വെള്ളം കുടിച്ച് ബ്ലാഡർ ഫുള്ളാക്കാൻ പറ്റുന്നില്ല. കുറച്ച് വെള്ളം കുടിക്കുമ്പോഴത്തേക്കും തിരിച്ച് വോമിറ്റ് ചെയ്യും. അങ്ങനെ രാവിലെ പോയാൽ ഞാൻ ഈ ഒരു സ്കാനിങ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം സന്ധ്യയാവാറാവും. അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മളൊരു ചെയ്യുന്നത്. അപ്പം പിന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ അത്യാവശ്യം മെഡിസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലാത്തതൊക്കെ ഞാനിന്ന് വാങ്ങിച്ചു. പിന്നെ വോമിറ്റിങ്ങിന് എനിക്ക് എമിസെറ്റും ഗുഡയും തരാറുണ്ട്. ഭയങ്കര കൂടി ഞാൻ അഡ്മിറ്റൊക്കെ ആയി ഡിസ്ചാർജ് ആകുന്ന സമയത്ത് എനിക്ക് എമിസെറ്റും ഗുഡയും ഒരു 3-4 ദിവസമായി ഫോളോ ചെയ്യാനായിട്ട് തരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഗുഡയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ അത് കഴിച്ചാലും ഞാൻ വോമിറ്റ് ചെയ്യും.
അപ്പോൾ എൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് എനിക്ക് ഇനിയിപ്പോൾ ലേബർ റൂം വരെ വോമിറ്റിംഗ് ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. ഇതിന് മുന്നെയൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നന്നായിട്ട് എൻ്റെ ബോഡി വെയ്റ്റൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കുറഞ്ഞു. നല്ല രീതിയിൽ വെച്ചാൽ നല്ല രീതിയിൽ എനിക്ക് അത്യാവശ്യം ഞാൻ നല്ല ബോഡി വെയ്റ്റൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് ഈ ഛർദ്ദിൽ കാരണമാണ് ഇങ്ങനെ കുറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞു. ഡോക്ടർ എനിക്ക് ഒരു ദൈവത്തെ പോലെയാണ് കേട്ടോ. ഞാൻ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനുഗ്രഹം പോലെയാണ് എൻ്റെ ഡോക്ടർ. എനിക്ക് ഇതുവരെ ഇതുപോലെ ഒരു ഡോക്ടറെ ഇതുപോലെ ഒരു പേഴ്സണെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. അത് തന്നെ പറയാം. ഏറ്റവും വലിയ ഞാനതിനെപ്പോഴും നന്ദി പറയും. ഇതുപോലൊരു വ്യക്തിയെ എനിക്ക് എൻ്റെ ലൈഫിൽ പരിചയപ്പെടാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുള്ളൂ. അത്രയും നല്ലൊരു ഡോക്ടറാണ്. അന്നമ്മ എന്നാണ് ഡോക്ടറുടെ പേര് കേട്ടോ. അന്നമ്മ ഡോക്ടർ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് കേട്ടോ. നമ്മുടെ കോട്ടയത്ത് ഡോക്ടറെ അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവർക്കും അറിയാം. അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അത്രയും നല്ല രീതിയിലാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും നമുക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അത് കുറയും. ദൈവത്തെ പോലെ എന്ന് വേണം പറയാൻ. ആ രീതിയിലാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും നമ്മളെ ഓക്കെ ആക്കുന്നതും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സിറ്റുവേഷൻസും എൻ്റെ ഫിസിക്കൽ കണ്ടീഷനും മെൻ്റൽ കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് ഡോക്ടർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത്രയും സപ്പോർട്ടീവാണ് ആ ഒരു ഡോക്ടറിനെ. എന്നോട് മാത്രമല്ല എൻ്റെ മക്കളെയും വിളിച്ചിരുത്തി സംസാരിക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊരാളെ പോലെയാണ് ഡോക്ടറെ. ഞാൻ വീഡിയോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം തന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ ഇടണം എന്നൊക്കെ തീരുമാനിക്കാൻ കാരണം പോലും ഡോക്ടറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി സ്ട്രെസ്സും കാര്യങ്ങളും ഫിസിക്കലി എൻ്റെ കണ്ടീഷൻസും ഒക്കെയല്ല. ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് കൂടെ ഇല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് പറയാൻ എനിക്കൊരു മടിയില്ല. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. എനിക്ക് ആരുടെ മുന്നിലും പറയാൻ പറ്റും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ചിലരെങ്കിലും അത് പറയുമ്പോൾ ഈ ഒരു കുശുമ്പ് കണ്ണോടുകൂടി നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ദൈവത്തെ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. കാരണം ഞാൻ എഴുന്നേറ്റ് ചെയ്താലേ എൻ്റെ കാര്യങ്ങൾ പോവുള്ളൂ എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ എനിക്കത് ചെയ്യാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും നല്ല ഒരു മെൻറ്റർ കൂടിയാണ് എൻ്റെ ഡോക്ടർ. അപ്പോൾ എന്നോട് വീണ്ടും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെനിക്ക് ഒത്തിരി റിലാക്സേഷൻ തരും മൈൻഡിന്. നമ്മളെപ്പോഴും ബിസി ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കതറിയാം. ബിസി ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരുപാട് ഓക്കെ ആവും എന്നെനിക്കറിയാം. പക്ഷേ എനിക്കതിന് തോന്നുന്നില്ല, പറ്റുന്നില്ല, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഡോക്ടർ ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോസൊക്കെ വീണ്ടും ചെയ്യാനായിട്ട് പറ്റുന്നതിന് കാരണം തന്നെ ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ എന്നെ ഒരുപാട് കാര്യങ്ങളിൽ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഡോക്ടർ. മേ ബി ഞാൻ നേരത്തെയൊക്കെ മെഡിക്കൽ കോളേജിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേഴ്സണലി ഒരു അറ്റൻഷനൊന്നും എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ട ഡോക്ടേഴ്സൊന്നും ഇങ്ങനെയല്ല ഒരാളും കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ആ ഒരു കാര്യത്തിൽ പിന്നെ എൻ്റെ കുറേ ഡൗട്ട്സൊക്കെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു. സ്കാനിങ്ങിനെക്കുറിച്ചും ടെസ്റ്റിനെക്കുറിച്ചും പിന്നെ നമുക്കവിടെ ന്യൂട്രീഷനിസ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെക്കുറിച്ച് എല്ലാം നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഞാൻ അങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നോക്കാറുണ്ടെങ്കിലും എനിക്ക് ആ രീതിയിലൊന്നും എനിക്ക് അങ്ങനെ അങ്ങ് പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെൻഷൻ അടിക്കണം, പറ്റുന്നത് പോലെയൊക്കെ കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കടയിലൊന്ന് കയറണമായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിന് കുറച്ച് മാറിയുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ എനിക്ക് അരി, നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സാധനങ്ങൾ വിളിച്ച് പറഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുതരികയും ചെയ്യും കേട്ടോ. ഇവരെല്ലാം നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ നല്ല കുട്ടികളാണ് കേട്ടോ. അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും പറഞ്ഞാൽ നമുക്ക് കൊണ്ടുതരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ വരണ്ട, നമ്മൾ കൊണ്ടു തന്നോളാം, ഡെലിവറി ചെയ്തോളാം എന്നൊക്കെ പറയും. എന്നിരുന്നാലും ഇടയ്ക്ക് മക്കളെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം. നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ കേസിന് മാത്രമേ വീടിന് പുറത്തിറങ്ങുന്നുള്ളൂ. ഞാൻ ഒരിടത്ത് ഞാനിപ്പോൾ പോകാറില്ല. എനിക്കെൻ്റെ വീടിൻ്റെ ബാൽക്കണി പോലും ഞാനിപ്പോൾ വന്ന് ഇരിക്കാറില്ല. അത്രയും നമ്മൾ വോമിറ്റിങ് കൂടി അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നതുകൊണ്ട് ഞാൻ ഒട്ടും പുറത്തോട്ട് പോലും ഇറങ്ങാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നൊരു ദിവസമായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഷോപ്പിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ കയറി ഐസ്ക്രീം ഒക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് ഒത്തിരി വോമിറ്റ് ചെയ്തിട്ട് തൊണ്ട ഭയങ്കര ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ തൊണ്ട പൊട്ടാറൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ഞാനതിന് ചൂടുവെള്ളം കുടിച്ചിരുന്നേ, പക്ഷേ ഇപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് വയ്ക്കും. അത് ഞാൻ എടുത്തത് ഇന്ന് ഞാൻ നോക്കി കേട്ടോ. പക്ഷേ എനിക്കിതിലൊന്നും എനിക്കങ്ങ് ഇഷ്ടമായില്ല. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു തവണ മക്കളെടുത്ത് കഴിച്ചു. അങ്ങനെ മൂത്ത ആൾക്ക് പനിയൊക്കെ പിടിച്ചു. അപ്പോൾ ഞാൻ ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി.
പക്ഷേ ഇതിങ്ങനെ കുറേ നോക്കിയിട്ട് എനിക്കിതിലൊന്നും എടുക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അല്ലാതെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ കുറേ ആൾക്കാരെ കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളിങ്ങനെ പ്രഗ്നൻസിയിലൊക്കെ പോകുമ്പം കുഞ്ഞ് മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ എല്ലാവരും നമ്മളോട് വന്ന് സംസാരിക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നത്, സംസാരിക്കുന്നത് ഒക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. അത്യാവശ്യം ഞാൻ എന്നും വിചാരിക്കും പുറത്തോട്ട് ഇറങ്ങുമ്പം ലിസ്റ്റ് എഴുതി, അല്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിലും വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണമെന്ന്. പക്ഷേ ഞാനത് എപ്പോഴും വിട്ടുപോകും. അതുകൊണ്ട് തന്നെ ഇന്നും എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളതിൽ വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് വിളക്ക് തേക്കാനുള്ള ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ശുദ്ധം എന്നും പറഞ്ഞിട്ട്, സൂപ്പറാണ് കേട്ടോ ആ ഒരു സാധനം. ഞാനത് വെച്ചിട്ടാണ് എൻ്റെ വിളക്കുകളൊക്കെ തേക്കുന്നത്. നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും. എനിക്ക് ഒത്തിരി അങ്ങ് ബലം പിടിച്ച് തേക്കാനൊന്നും മേല, പക്ഷെ നമ്മുടെ വിളക്കും ഈ ബ്രാസിൻ്റെ ഐറ്റംസൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. പിന്നെ എനിക്കൊരു കോട്ടക്കലിൻ്റെ ഒരു ഷാമ്പൂ എനിക്ക് വേണമായിരുന്നു. ഞാൻ കോട്ടക്കലിൽ കയറിയതായിരുന്നു എനിക്ക് കുറച്ച് തൈലമൊക്കെ മേടിക്കാൻ, പക്ഷേ അവിടെ നിന്ന് ഇത് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇവിടുന്ന് അത് എടുത്തു. എനിക്ക് കോട്ടക്കലിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പണ്ട് തൊട്ടേ അത് വാങ്ങിക്കുമായിരുന്നു. എനിക്കിപ്പോഴും അതിഷ്ടമാണ്. എനിക്ക് ശ്വാസം മുട്ടും, കുറച്ച് നേരം അങ്ങ് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും ഒരു ബ്രീത്തിങ് പ്രോബ്ലം പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിപ്പോഴും ഉണ്ട്. ഇത് കൂടി വരുന്നുണ്ട്. നമ്മൾ പ്രഗ്നൻസിയിൽ അതുണ്ടാവും, സ്വാഭാവികമാണ്. എന്നാലും ഞാനത് ഡോക്ടറോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. ഒത്തിരി ഞാനങ്ങ് എടുത്തിട്ടില്ല, കാരണം വലിയ വെയിറ്റ് ഞാൻ എടുത്തിട്ടില്ല. കാരണം അവരോട് പറഞ്ഞാൽ അവർ നമുക്ക് വീട്ടിൽ ഡെലിവറി ചെയ്യും. അങ്ങനെ ഇപ്പോൾ സർവീസുകളുണ്ട്. എല്ലായിടത്തും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ട അത്യാവശ്യം സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കൂടുതലുണ്ടെങ്കിൽ ഞാൻ അവരോട് ലിസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യും കേട്ടോ. അതാണ് കൂടുതൽ എനിക്കും സൗകര്യം. നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ, നമ്മൾ അപ്പാർട്ട്മെൻറ്റാണ്, അപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്കൊക്കെ കൊണ്ടുവരണം. അപ്പോൾ അത് അവർ കൊണ്ടു തരുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി സൗകര്യം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ബ്രദർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ വേഗം ഇനി വീട്ടിലേക്ക് പോട്ടെ. ഇപ്പോൾ ഈ കടയിൽ വന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പം പിള്ളേർ വഴക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചോക്ലേറ്റ്സ് ഒന്നും ഞാൻ വല്ലപ്പോഴും ഒരു ചോക്ലേറ്റ്സ് വാങ്ങിച്ചു കൊടുക്കും എന്നല്ലാതെ ഈ ചോക്ലേറ്റ് പഞ്ചസാര ഞാൻ ഇതുവരെ കൊടുക്കാറുമില്ല. പനങ്ങൾക്കണ്ടമാണ് അവർക്ക് കൊടുക്കുന്നത്. ഞാനും അതായിട്ട് ഞാൻ പഞ്ചസാര നിർത്തിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ ഇപ്പോൾ സോഡ നാരങ്ങ കുടിക്കുമ്പം ഞാൻ പഞ്ചസാര യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഷുഗർ ലെവൽ ഭയങ്കര ലോ ആണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ചോക്ലേറ്റ് കഴിക്കും. അതൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതാണ്. അല്ലാതെ നോർമലി ഞാനിതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്ക് ഉഴുന്ന്, പിന്നെ ഈ പച്ചരി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു വാങ്ങിക്കേണ്ടിയിരുന്നത്. അതൊക്കെ വാങ്ങിച്ചു. അതൊക്കെ ഞാൻ 5 കിലോ പച്ചരി, 5 കിലോ ഉഴുന്ന്, 5 കിലോ അല്ല കേട്ടോ. ഉഴുന്നിനൊക്കെ ഭയങ്കര വിലയല്ലേ. പച്ചരിയൊക്കെ 5 കിലോയുടെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അതല്ല, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ വേഗം വീട്ടിലേക്ക് പോയപ്പോഴത്തേനും ഞാൻ ടയേർഡായി. അത്രയും വെയിലുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിർത്തി ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണമാണ് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ പുറത്ത് പോകുമ്പം വേഗം തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പിന്നെയും വരണ്ടല്ലോ എന്നാൽ. ഒന്നാമത് പുറത്ത് പോകാനിപ്പോൾ തീരെ താല്പര്യമില്ല, ഭയങ്കര മടിയായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ആങ്ങളെയും സിസ്റ്ററിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം പോയി റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. എനിക്ക് അത്രയും ടയേർഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അത്യാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഒന്നരാടെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പ്രഗ്നൻസിയിൽ അതിനെയൊക്കെ എങ്ങനെയെങ്കിലും മാറ്റി സ്റ്റഡി ആവാനും നോക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു മെൻ്റൽ സ്ട്രെസ്സും, ഇപ്പോൾ എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, നമ്മളൊരു മെൻ്റൽ സ്ട്രെസ്സും കൊണ്ട് നടക്കരുത്. ഒരിക്കലും അത് നമുക്ക് നല്ലത് തരില്ല. ഓക്കെ, അതിന് എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും രീതിയിൽ നിങ്ങളതിനെ ഒന്ന് മറികടക്കാനോ മാറ്റാനോ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.